റിസർവേഷൻ ഹട്ടാവോ മൂവ്മെന്റ്. നമ്മുടെ CJP പോലെയൊക്കെ ഒരു ഇൻസ്റ്റാഗ്രാം പേജാണ്, ഏകദേശം 6 മില്യന്റെ അടുത്ത് ഫോളോവേഴ്സ് ആയിട്ടുണ്ട് അവർക്ക്. റിസർവേഷൻ എടുത്തു കളയണമെന്നാണ് അവരുടെ ഒരു നിലപാട്. അതെന്തോ ആവട്ടെ, റിസർവേഷൻ എടുത്തു കളയാണ്ടിരിക്കുകയോ എന്തോ ആവട്ടെ. എനിക്ക് റിസർവേഷനെ സംബന്ധിച്ചിട്ട് ഒരു സംശയമുണ്ട്. അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അത് മറ്റൊന്നുമല്ല, ഇപ്പോൾ റിസർവേഷൻ തുടങ്ങിയിട്ട് ഏകദേശം 2 ജനറേഷൻ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ അച്ഛന് റിസർവേഷൻ, ഞാനൊരു SC കാരനാണെന്ന് വിചാരിക്കുക. അപ്പോൾ എൻ്റെ അച്ഛന് റിസർവേഷനിൽ ജോലി കിട്ടി. അപ്പോൾ ആളെ എന്നെ പഠിപ്പിച്ചു. എനിക്ക് പെട്ടെന്ന് കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് പണിക്ക് പോകേണ്ട സാഹചര്യമില്ല. ഞാൻ വീണ്ടും PSC കോച്ചിങ്ങിൽ പങ്കെടുത്തുകൊണ്ട് എനിക്ക് വീണ്ടും ജോലി കിട്ടും എന്ന് വിചാരിക്കുക. എൻ്റെ കൂട്ടുകാരൻ ഇതേ SC വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അവൻ്റെ അച്ഛന് ജോലി കിട്ടിയിട്ടില്ല. അവൻ്റെ വീട്ടിൽ ദാരിദ്ര്യമാണ്. അപ്പോൾ അവനും ഈ കുടുംബം പോറ്റാൻ വേണ്ടി പണിക്ക് പോകേണ്ട സാഹചര്യമുണ്ട് വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട്. അപ്പോൾ PSC കോച്ചിങ്ങിനൊന്നും പോകാൻ പറ്റിയ സാഹചര്യമില്ല. അപ്പോൾ അവനും എനിക്കും ഒരേ രീതിയിലാണോ റിസർവേഷൻ വർക്ക് ചെയ്യുന്നത്? ഇത് ശരിക്കും നീതിയല്ലല്ലോ. ഇതിപ്പോ ഒരു വിഭാഗത്തിൽപ്പെട്ട SC വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഈ പണക്കാരനെ വീണ്ടും വീണ്ടും പണക്കാരനാക്കുക, SC വിഭാഗത്തിൽ തന്നെ 2 വിഭാഗമായി മാറ്റാനല്ലേ ഈ സാധനം ഉപകരിക്കുന്നുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. അതുകൊണ്ടാണ് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യാത്തത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും.